ഹലോ, പാത്തുൻ്റെ അടുക്കളയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. അപ്പം ഞാനിന്നൊരു മാംഗ്ലൂർ സ്റ്റൈൽ മീൻകറിയും പുണ്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ അയില മീനാണ്. ഇതിനൊരു മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ, മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി, പുളിയും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കുക. നല്ലോണം നൈസായി വേണം അരച്ചെടുക്കുക. മീൻകറിക്ക് നല്ലോണം നൈസായാലേ മീൻകറി രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നല്ല നൈസായി അരച്ചെടുത്തേക്കണ്. ഇനി കറി ഉണ്ടാക്കണ ചട്ടിക്ക് ഒഴിച്ചിട്ട് വെള്ളം പാകത്തിനാക്കിയിട്ട് ഇത് അടുപ്പത്ത് വെക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കിനും ഇതിക്കതാ ഒരു ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത് ചെറുതായി അരിഞ്ഞുകാണ്ട് ഇതൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോൾ ഇട്ടുകൊടുത്തുകാണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം വേവാൻ വെക്കുക. മസാല, ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വേവണം. അപ്പോൾ ഇതൊക്കെ നല്ലോണം വെന്ത് അരവൊക്കെ പാകമായി കിട്ടിയിരിക്കണം. ഇനി ഇതിക്ക് മീനിട്ട് കൊടുക്കുക. മീനിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം മീനൊക്കെ കുറച്ച് നല്ലോണം വെന്ത് കിട്ടിയിരിക്കണം. ഇനി ഇതിക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുകാണ്ട് ഇറക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ ഈ മീൻകറിക്ക്. നല്ല അടിപൊളി മീൻകറിയാണ്. ഇനി നമുക്ക് ഇതിക്ക് പുണ്ടി ഉണ്ടാക്കാം. പുണ്ടിയും മീൻകറിയും നല്ല കോമ്പിനേഷനാണ്. മംഗലാപുരക്കാരുടെ സ്പെഷ്യലാണിത്. അപ്പോൾ നമുക്ക് പുണ്ടി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ഗ്ലാസ് പച്ചരിയാണ്. ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ചിലവരൊക്കെ ഈ അരി തലേന്ന് തന്നെ കഴുകിങ്ങാണ്ട് വെള്ളം വാരാൻ വെക്കും, എന്നിട്ട് പിറ്റേന്ന് പൊടിച്ചെടുക്കും. ഞാനങ്ങനെ ചെയ്യലില്ല. അപ്പം തന്നെ അരി എടുത്തുങ്ങാണ്ട് അപ്പം തന്നെ പൊടിച്ച് നല്ലോണം കഴുകിങ്ങാണ്ട് വാട്ടാൻ വെക്കും. അപ്പോൾ ഇത് നല്ലോണം പൊടിച്ചെടുത്തിക്കണം. നല്ലോണം എന്ന് വെച്ചാൽ ഒരു പുട്ടിനേക്കാളും കുറച്ചും കൂടി തരിയിൽ വേണം അത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ അതൊക്കെ നന്നായി പൊടിച്ചെടുത്തിക്കണം. ഇനി ഇതൊന്ന് കഴുകി വരാം നമുക്ക്. കഴുകി വരുമ്പോഴേക്കിനും ഞങ്ങൾ വെള്ളം വാട്ടാൻ വെച്ചത് തിളച്ച് കിടക്കുന്നുണ്ട്. 3 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലിട്ട് കൊടുത്തുങ്ങാണ്ട് ചൂട് കൊടുക്കാനൊന്ന് വാട്ടിയെടുക്കുക. ഇതിപ്പോൾ അത് നല്ലോണം വാട്ടിയെടുത്തു. ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങയും കൂടി ചേർക്കണം. തേങ്ങ എത്ര ചേർത്താലും കുഴപ്പമില്ല, നല്ല രസമാണ് ഇതിന്. അപ്പോൾ പുട്ടിനെ പോലെ തന്നെ തേങ്ങ നല്ലോണം ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്തുങ്ങാണ്ട് ഇത് ഇറക്കി വെക്കുക. അപ്പോൾ അതിങ്ങനെ കുറേശ്ശെ എടുത്തുങ്ങാണ്ട് ഉരുട്ടിങ്ങാണ്ട് ഇതിക്കൊരു കുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പച്ചമ്പിൽ വെക്കുക. എല്ലാതും ഇങ്ങനെ ചെയ്തുങ്ങാണ്ട് അപ്പച്ചമ്പിൽ വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ അത് വെന്തിക്കണ നോക്കാം. അപ്പോൾ നല്ല വെന്ത് കിട്ടിയിരിക്കുന്നു. നല്ല അടിപൊളി പുണ്ടി റെഡിയായി. അപ്പോൾ ഞങ്ങളെ മീൻകറിയും പുണ്ടിയും റെഡിയായി. ഇത് മംഗലാപുരക്കാരെ ഒരു സ്പെഷ്യലാണ്, മീൻകറിയും പുണ്ടിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിങ്ങാണ്ട് എന്താ വെച്ചാൽ കമൻറ്റിൽ പറയട്ടോ. വീണ്ടും നല്ലൊരു റെസിപ്പിയും കൂടിയായി പിന്നെ വരാട്ടോ.